ചെറുക്കന്റെ കാര്യം ഒരു വടയേ, പിന്നെ 4 പൊറോട്ട, 5 ചിക്കൻ ബിരിയാണി, അൽഫാം, ഷവർമ, പിന്നെ ഒരു ബജ്ജി. ശരി. എന്റെ സാറേ, ഒരു കുടുംബ ജീവിതത്തിൽ ജോലി ചെയ്ത് തളർന്നു വരുന്ന ഒരു ഭാര്യയ്ക്ക് എന്താണ് വേണ്ടത്? കേസ് വേറെ റൂട്ടിലേക്ക് വിടുക. മൂപ്പൻ പറയുന്നത് കല്യാണം കഴിച്ചില്ലയോ? ഞങ്ങൾ ഹണിമൂണിന് പോകത്തില്ലയോ? അപ്പൊ ആ വഴിക്ക് ഞങ്ങൾക്ക് 1, 2, 3 മക്കളെ മോനെ പടക്കം തനങ്ങളായാലും വേഗത്ത് തുടങ്ങിയ ചിലപ്പോ പൊട്ടു. ഉളുപ്പുണ്ടോ? ചിരിയെങ്കിലും വിവരം ഉണ്ടോടാ നാണം കെട്ടവരെ. അവന്റെ അടുത്ത് ഒരു വട ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ട് അവനൊരു ഹോട്ടൽ ഓർഡർ ചെയ്ത് വെച്ചേക്കോ. അല്ല, ഒരു പരിപാടിക്ക് എന്തിനാ 2 തമ്പുരു? അവിടെ പൊതിഞ്ഞായിട്ട് വെച്ചേക്കുന്നത്. അത് തമ്പുരല്ലേ, ഇവിടെ സെക്രട്ടറി വെള്ളം അടിച്ച് തലയെ കുത്തി നിൽക്കുവോ? തുണി കിട്ടി മൂടി വെച്ചേ. ഇതാണ് തന്റെ അച്ഛൻ പറഞ്ഞ തീ. മഴയല്ലേ തീയാണ്. ഹലോ, നേരത്തെ ഓർഡർ ചെയ്തതിൽ ചെറിയൊരു ക്യാൻസലേഷൻ ഉണ്ട്. ആദ്യമേ പറഞ്ഞ വടയില്ലേ, അതും ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ളതെല്ലാം കൊണ്ടുവരേ. സ്കൂളിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വിളിപ്പിച്ചു. ഫോട്ടോ എടുത്തോണ്ടിരുന്നപ്പോ ലൈറ്റ് അടിച്ചോണ്ടിരുന്ന പയ്യൻ പറഞ്ഞു, ജോസെ മേക്ക് എ സീറ്റ്. കേൾക്കേണ്ട താമസം ജോസ് മുണ്ട് മടക്കി കുത്തി തലയിടായി 4 പുഷപ്പ്. കൊണ്ട് ഊരി അരയെ കൊണ്ട് ഇറങ്ങി കഴുത്തെ ഒന്ന് ലാൻഡ് ചെയ്തു. കണ്ണാടി സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ ഒരു 2 നില വീട് വിൽക്കാൻ കിടപ്പുണ്ട്. ഞാൻ അത് വാങ്ങിച്ചാൽ എങ്ങനെ ഇരിക്കണം? അതിനുള്ള പൈസ നിന്റെ കയ്യിലുണ്ടോ? നീ നേരത്തെ ഒരു വട ക്യാൻസൽ ചെയ്തില്ലേ? നിന്റെ 10 രൂപ ഞാൻ അത് അങ്ങോട്ട് എനിക്ക് പാടണം എന്ന് പറഞ്ഞാൽ ഈ കൊച്ചു രാത്രി ആയപ്പോ എഴുന്നേറ്റ് ചാടി എഴുന്നേറ്റിട്ട് എനിക്ക് പാടണം വേണം. ഇവിടെ നല്ല ഉറക്കാം. അപ്പൻ ജൈബി പാടിക്കോളാൻ പറഞ്ഞു. 1/2 മണിക്കൂർ ഒരു മെഗാ ഷോ തന്നെ പാടി അങ്ങോട്ട്. വിഷമുള്ളിച്ചെന്ന് മരിക്കാന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ദുരിതമാണ്. സംഭവം തൂങ്ങിച്ചാവലാണെങ്കിൽ ഇത്ര റിസ്ക് ഇല്ല. എടുത്തിട്ട് പൊങ്ങണ്ടേ? ഞാൻ എത്ര പ്രാവശ്യം ശ്രമിക്കുന്നറിയാം. മേപ്പോട്ടുള്ളത് പുറത്ത് കാണിക്കരുതെന്ന പോളിസിയുള്ള അമ്മാവൻ ചന്തയിൽ മീൻ വാങ്ങാൻ പോകുമ്പോൾ കയ്യിൽ കൊടുക്കുന്നത് 4 കറുത്ത ചേർത്ത് ഒരുമിച്ച് കെട്ടുന്ന നീളത്തിലാണ്. രാവിലെ ചെന്നിട്ട് ഈ ഉള്ളതും കൂടെ പൊക്കിട്ട് പൊറോട്ടയ്ക്ക് മാവ് അടിക്കുന്ന പോലെ ഇങ്ങനെ അടിച്ച് പരത്തി ഇപ്പൊ പുറകിൽ ഉന്തി നിന്നൊക്കെ ഏറെക്കുറെ ഫ്ലാറ്റായി. പാവങ്ങളും മേളും താഴ്ന്നൊക്കെ തള്ളക്കി വിളി. നിങ്ങൾ തെങ്ങിക്കാൻ കുളിസീന് കാണുമ്പോഴല്ലേ ശാസ്ത്രീയ മുകളിൽ പോണം. മാമ 2-2.5 കോടി രൂപ എടുത്ത് മുകളിലോട്ട് വിടുന്നു. എന്തിനെ? മഴ പെയ്യോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി. 3 തവള വാങ്ങിച്ച് വളർത്തുള്ള കാര്യം 2.5 കോടി രൂപ ഈ സ്ഥാനം ഉണ്ടാക്കുന്നത് വല്ല കാര്യം. സതീഷ് എന്നൊരു വാക്ക് വിളിക്കരുത്. സതീഷ് എന്റെ മുഖത്ത് നോക്കരുതെന്നാ ഞാൻ പറഞ്ഞേ. സതീ തേങ്ങല്ലേ? 5 സ്റ്റാർ ഹോട്ടലാണെന്ന് പറഞ്ഞിട്ടേ ഉണക്കമീൻ വറക്കുന്നതിന്റെ പണം. അയ്യോ, ഉണക്കമീൻ വറുത്തവനല്ല, ഞാൻ ദീർഘശ്വാസം വിട്ടാണ്. ബാഹുബലി കാണാൻ തിയേറ്ററിൽ പോയിട്ട് അവിടെ റെസ്ക്യൂ സിലിണ്ടറിന്റെ മേളിൽ ഫയർ എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. ഫയർ മാഗസിൻകാര് പുതിയ പടം ഇറക്കിയെന്നും പറഞ്ഞ് അതിന് ടിക്കറ്റ് എടുക്കാൻ പോയതാണ് അമ്മാവൻ. കഴിഞ്ഞ തവണ ബമ്പർച്ചിലെ ഷാജി വിനോദും ഇല്ലേ, അവന്മാർ വന്ന് 50,000 അടിക്കുന്നു. ഞാൻ എടുത്തോട് 1,00,000 രൂപ അങ്ങോട്ട് വെച്ചു. എന്നിട്ട് ഈ തെണ്ടികൾ വന്നിട്ട് 5,000 രൂപ ഹണിച്ചോണ്ടങ്ങ് പോയി. അപ്പൊ ആ 1,00,000 രൂപ മറ്റവനെ കൊണ്ടുപോയി. ഞാൻ എന്റെ മകളും ഉപ്പൊക്കെ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. എന്താ മാമ? ഞാൻ വിചാരിച്ച് കടലാമ്മയുടെ ഫിഗർ പിടിച്ചായിരിക്കും. ഹലോ, ഇത് ട്രാൻസ്പോർട്ട് ബസ് അല്ല, മനസ്സിലായോ?
മറക്കേറ REMO റെമോ. അയ്യേ എന്താ വൃത്തിയാണ് ഈ സമയത്ത് കാണിക്കുന്നത്? അല്ല ഇത് ചേട്ടൻ എന്തിനാ ചേട്ടൻ തുപ്പൽ എന്റെ തെറിപ്പിച്ചത്? ഇത് അന്യം. അന്യനായാലും അച്ഛനായാലും പറയാനുള്ളത് ഞാൻ ആളെ മുഖത്ത് നോക്കിയാലും പറയും. പൊക്കോ. ശ്ശോ, അമ്പി. ഹലോ പിന്നെ ഞങ്ങൾ എങ്ങനെയോ സെറ്റായി. എന്നിട്ട് ഞാനൊരു ദിവസം അവളുടെ വീട്ടിൽ പോയി. ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല, അവളുടെ മുഖം മാത്രം. അവളുടെ അച്ഛന്റെ അടി 2 സൈഡും നീരായിരുന്നു.